എത്രാമത്തെ IFFK ആണ് ഇത്തവണ? 29 ആയില്ലേ? അതെ. 29 ഉണ്ടായിരുന്നു. സാറിന്റെ പുതിയൊരു മൂവി ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതിനെപ്പറ്റി പ്രേക്ഷകർക്കായിട്ടൊന്ന് പറയാമോ? ഞാൻ പകിട പമ്പരം എന്നുള്ള എൻ്റെ ഒരു പ്രോഗ്രാം എല്ലാവർക്കും അറിയാമല്ലോ. അതിനുശേഷം എല്ലാവരും ചോദിച്ചു ടോം എവിടെയാണ്, എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മുഖ്യധാരയിൽ വരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അവർക്ക് ഒക്കെയും എന്നോട് ചോദിക്കുന്നവർക്കൊക്കെ പറയാനുള്ള ഒരു ഉത്തരം, ഞാനൊരു അന്വേഷണത്തിലായിരുന്നു. നമുക്ക് സമൂഹത്തോട് പറയാൻ എന്തെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഒരു സബ്ജക്റ്റ് എൻ്റെ മനസ്സിൽ വരുമോ, വന്നാൽ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ, ബിഗ് സ്ക്രീനാണ്. അങ്ങനെയൊക്കെ അന്വേഷിച്ച് നിന്നിട്ട് പല സബ്ജക്റ്റും വന്നെങ്കിലും ഒന്നും അപ്പോഴും തയ്യാറായില്ല. പലതും എന്നാൽ ഇനി വരട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് എൻ്റെ സുഹൃത്ത് ലിജു മിത്രൻ മാത്യു എന്ന് പറയുന്ന ഒരു സുഹൃത്ത്, 12 വർഷം മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്ക്രിപ്റ്റ് എഴുതായിരുന്നു. അങ്ങനെ അദ്ദേഹം എന്നെ വിളിച്ചു. ടോമേട്ട കണ്ടിട്ട് ഒരുപാട് വർഷമായി, ടോമേട്ടൻ്റെ ഫോട്ടോ ഒന്ന് അയക്കിപ്പോൾ എങ്ങനെ ആയിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ 2 മാസം മുമ്പ് ഇച്ചിരി മുടിയൊക്കെ ആയിട്ട് വളർത്തിയിരിക്കുക. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഫോട്ടോ കിടിക്കിടിന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തില്ല, അങ്ങോട്ട് അയച്ചപ്പോൾ ഉടനെ ടോമേട്ടോ ഈ മുടി വെട്ടിക്കളയല്ലേ, ഞാൻ നാളത്തെ ഫ്ലൈറ്റിലങ്ങ് എത്തും, ഇൻഡോറിൽ നിന്നാണ് സംസാരിച്ചത്. പുള്ളി നാളത്തെ ഫ്ലൈറ്റ് വന്നു, ഈ സബ്ജക്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു. അദ്ദേഹത്തിൽ നിന്നാണ് ഈ സബ്ജക്റ്റ് വരുന്നത്. കലാം സ്റ്റാൻഡേർഡ് 5B, സിറ്റിസൺ അമെൻഡ്മെൻ്റ് ആക്റ്റും സ്നേഹവും ഇന്നത്തെ ജാതിമത വ്യവസ്ഥയുടെ നടക്കുന്ന ഈ കൊച്ചു കുരുന്നുകളിൽ ഇതൊക്കെ കേട്ട് അവർക്കുണ്ടാകുന്ന ഫീലിങ്സും ഈ ഒരു പ്രശ്നമൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു സബ്ജക്റ്റ് ഉണ്ടായി കുട്ടികൾക്ക് വേണ്ടി. അത് എല്ലാ കുട്ടികളും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്നലെ മുതൽ ഹോളി ഏഞ്ചൽസിലെ കുട്ടികൾ വന്ന് കണ്ടു. അവരുടെയൊക്കെ അഭിപ്രായം കേട്ടപ്പം എൻ്റെ കണ്ണ് തെള്ളുകയാണ്. കാരണം ഇത്രയും സമ്പത്ത് ഇത് കണ്ടിട്ട് എനിക്ക് കിട്ടുന്നുണ്ടല്ലോ. ഇന്നത്തെ കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് കാണണം. എല്ലാത്തിൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ കാലമാണല്ലോ. അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മുഴുവൻ കുട്ടികൾ, കേരളത്തിലെ എല്ലാ സ്കൂളുകളിലേക്കും പോയിട്ട് ഇത് നേരിട്ട് കാണിക്കണമെന്നുണ്ട്. തിയേറ്റർ ഇപ്പോഴും വളരെ ബുദ്ധിമുട്ടാണ് കിട്ടുന്ന തിയേറ്ററിൽ കാണിച്ചിട്ട് ബാക്കി LED വെച്ചിട്ട് നമുക്ക് നേരിട്ട് കാണിക്കാം. കുട്ടികൾക്കുള്ള ആവേശമാണ്. ഞങ്ങൾ ഈ ഒരു കാലഘട്ടം ഞങ്ങൾക്ക് ഒരുമിച്ചൊരു സിനിമ കാണാൻ പറ്റുന്നില്ല. ആവേശം അങ്ങനെയൊക്കെയുള്ള വലിയ സിനിമകളുണ്ട്. ചില സിനിമകൾ അവർക്ക് മക്കളോടൊത്ത് അപ്പനപ്പന്മാരോട് ഇരുന്ന് കാണാൻ പറ്റുന്നില്ല. ഇത് ഞങ്ങൾക്ക് ഒരുമിച്ച് കാണാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ കുറച്ച് ഒരുപാട് കുട്ടികൾ പറഞ്ഞു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പം പൂമ്പാറ്റ എന്ന് പറയുന്ന സിനിമ കാണിക്കാൻ കൊണ്ടുപോയി. ഞങ്ങളെ വരിയായിട്ട് 3 കിലോമീറ്റർ നടത്തി. ഒക്കെ ആ ഒരു നൊസ്റ്റാൾജി നമുക്ക് ഫീൽ ചെയ്തു. കാരണം ഇന്നത്തെ കുട്ടികൾക്ക് അത് കിട്ടുന്നില്ല. അപ്പോൾ അത് കിട്ടണം. വർഷത്തിൽ ഒരിക്കൽ 1-2 പടങ്ങളൊക്കെ കുട്ടികൾ ഒരുമിച്ചിരുന്ന് കാണുകാനും ഒക്കെ ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം. അവരുടെ ചില സബ്ജക്റ്റുകൾ നമ്മൾ തിരഞ്ഞെടുക്കണം. അതിന് സർക്കാർ ഇടപെടണം. കാരണം പ്രോത്സാഹിപ്പിക്കണം നമ്മൾ. ഇപ്പം ഞാനിത് കൊണ്ടുവന്ന് എനിക്ക് ചിലവായ പൈസ, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർക്ക് ചിലവായ പൈസ ഇതൊന്നും മുതലായി കിട്ടുന്നില്ലെങ്കിൽ, ആരും സപ്പോർട്ട് ചെയ്യാനില്ലെന്നുണ്ടെങ്കിൽ വലിയ പരാജയം. പിന്നെ നമുക്കതിനകത്ത് താല്പര്യം വരത്തില്ല. നമ്മളൊരു പടം എടുത്തിട്ട് എവിടെയെങ്കിലുമൊക്കെ പ്രദർശിപ്പിച്ച് നമ്മൾ പട്ടിണിയായി, നമ്മൾ ജപ്തി ഓർഡർ വന്നു, നമ്മുടെ മുമ്പിൽ കിടക്കുന്നു എന്നൊക്കെ പറയാൻ പിന്നെ നമുക്കത് പറ്റില്ല. അപ്പോൾ അത്രയൊക്കെ സിറ്റുവേഷനും എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തകിടം മറിച്ചുകൊണ്ട് ഇതൊരു വിജയത്തിലേക്ക് വരുമെന്നുള്ളൊരു പ്രതീക്ഷയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് വേണം. കുട്ടികളെ ഇത് കാണാനുള്ളൊരു പ്രചോദനം ഉണ്ട്. 12ഓളം അവാർഡുകൾ ഈ സിനിമയ്ക്ക്. 12അല്ല, ഇതിനകത്ത് 16ഓളം അവാർഡ് കിട്ടി വിവിധ രാജ്യങ്ങളിൽ നിന്ന്. എന്തിനാണ് പറയുന്നത്, ഒരു കൗതുകത്തിന് പാകിസ്ഥാൻ ഫെസ്റ്റിവലിന് അയച്ചു, ഒരു ബെസ്റ്റ് ഇന്ത്യൻ ഫിലിം അവാർഡ് വാങ്ങി തന്നു. പിന്നെ ബംഗ്ലാദേശിൽ 2 അടിച്ചു. അത് 2 അവരെന്നെ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ദിവസം ഇൻവൈറ്റ് ചെയ്ത ദിവസമാണ്, പക്ഷെ എനിക്ക് പോകാൻ പറ്റുന്നില്ല. പിന്നെ ഫെബ്രുവരി 17 മുതൽ 20 ദിവസം ഒരു 3 ദിവസങ്ങളിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കവിടെ പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന് പറയത്തില്ല. അതിനെക്കാട്ടി പ്രധാനം എനിക്ക് നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്തെ കുഞ്ഞുങ്ങളിലേക്ക് ഈ സിനിമ പകരാമെന്നുള്ളതാണ്. അതിനൊരു പ്രാർത്ഥനയും പ്രവർത്തനവും എൻ്റെ മുമ്പിൽ നടക്കുകയാണ്. നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. 90s കിഡ്സിൻ്റെ നൊസ്റ്റാൾജിയ എന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ എന്നെ ഇതിന് പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് അടുത്ത പടത്തിലേക്ക് പോകാം. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങൾ എല്ലാ ദിവസവും 1 മണിക്ക് കുട്ടികൾക്ക് വേണ്ടി ആ സിനിമ അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. നാളെയുണ്ട്, മറ്റന്നാളുണ്ട്. നാളെ നമ്മുടെ മുതുകാട് സാറിൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരികയാണ്. മറ്റന്നാൾ ഹോട്ടൽ ഹില്ലിലെ സ്കൂളിലെ കുഞ്ഞുങ്ങളോട് വരും. നിങ്ങൾക്കും വരാം. എപ്പോഴും ഒരു 4-5 സീറ്റ് അവിടെ ഒഴിഞ്ഞ് കിടക്കും. പിന്നെ ഫെസ്റ്റിവൽ ആകുമ്പോൾ നമ്മളൊക്കെ നിന്നൊക്കെ കാണുമല്ലോ. അങ്ങനെ കണ്ട് ഇതിനൊന്ന് പ്രോത്സാഹിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങളുടെ സ്വന്തം ടോം ജേക്കബ്. താങ്ക് യു ആൾ.